ഹായ് ഹലോ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ മാലയാണ് വിത്ത് ലോക്കറ്റ് കേട്ടോ. അപ്പം ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ ഒരു തിൻ ചെയിനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല രീതിയിലുള്ള ചെയിൻ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം ഇതുപോലൊരു ചെയിനാണ് നമ്മൾ എടുത്തേക്കുന്നത്, ഏറ്റവും തിന്നായിട്ടുള്ള ചെയിൻ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ വൈറ്റ് പേളാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇതുപോലത്തെ സ്റ്റോപ്പറാണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗിയർ വയറിൽ നമ്മൾ മാല ചെയ്യുമ്പോൾ 3 മണി ഇട്ട് ഞാൻ പ്രസ് ചെയ്യത്തില്ല. അപ്പം അതിന് പകരം മിക്കവരും ഉപയോഗിക്കുന്നത് ഈ ഒരു സ്റ്റോപ്പറാണ് കേട്ടോ. കണ്ടാൽ 0 മണി പോലെയാണ് ഇരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഹോളൊക്കെ ഇച്ചിരി വലുതാണ്. നമുക്ക് ഈ ഗിയർ വയറൊക്കെ 2 ലെയറൊക്കെ നമുക്ക് കയറ്റി സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അത്രയും വലിപ്പമുള്ള ഹോളൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ചെയിനും അതിൻ്റെ ഒരു ഹൂക്കുമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ഫ്യൂസ് സ്റ്റാറാണ്. അപ്പോൾ ഈ ഫ്യൂസ് സ്റ്റാർ നമുക്ക് അതിൻ്റെ ആ ഫ്രണ്ടിലത്തെ ചിലതൊക്കെ നമുക്ക് ആ ഫ്രണ്ടിലത്തെ ആ മുട്ട് കളഞ്ഞിട്ട് നമുക്ക് കമ്പി മാത്രം എടുക്കാനായിട്ടുള്ളതാണ്. ഫ്യൂസ് സ്റ്റാർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചെറിയ കമ്പി എടുത്താലും മതി കേട്ടോ. അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്യൂസ് സ്റ്റാറിൻ്റെ ആ ഒരു മുട്ട് കളഞ്ഞിട്ട് ആ ഒരു കമ്പി ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മുടെ മാല എത്രയാണോ അളവ് വേണ്ടുന്നത് ആ ഒരു അളവിൽ നമ്മൾ ചെയിൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫ്യൂസ് സ്റ്റാർ ഇതിൻ്റെ ആദ്യത്തെ ആ ഒരു കണ്ണിയിൽ കൂടെ നമ്മൾ വെളിയിലേക്ക് ഇട്ട് 2ആയിട്ട് മടക്കി ഒരു സൂചിയുടെ ഷേപ്പിൽ നമ്മൾ നല്ലതുപോലെ തിന്നാക്കി എടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. നമ്മൾ ഈ ഒരു സൂചി പോലെ ഇരിക്കുന്ന ഈ ഒരു ഫ്യൂസ് സ്റ്റാറിൻ്റെ കമ്പിയിലൂടെ നമ്മൾ ഇതെല്ലാം നമ്മൾ കൊരുക്കാനാണ് കേട്ടോ പോകുന്നത്. മുത്തുകളും എല്ലാം നമ്മൾ കൊരുക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണ് കൊരുക്കുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് ആ ഫ്യൂസ് സ്റ്റാറിൽ കൂടി കൊരുത്ത് കൊടുക്കുന്നത് നമ്മുടെ ആ സ്റ്റോപ്പറാണ്. അപ്പോൾ സ്റ്റോപ്പർ ഇതുപോലെ ഇങ്ങനെ ആ ചെയിനിൽ കൂടെ നമ്മൾ ഏകദേശം ഇങ്ങനെ ബാക്കിലോട്ട് വരും കേട്ടോ. വന്നിട്ട് നമ്മളൊരു നിശ്ചിത സ്ഥാനത്തേക്ക് അത് കൊണ്ടുവന്നിട്ട് നമ്മൾ പതുക്കെ പ്രഷർ വെച്ചൊന്ന് പ്രസ് ചെയ്യും. അതോടുകൂടി സ്റ്റോപ്പർ അവിടെ സ്റ്റോപ്പ് ആവും കേട്ടോ. പിന്നെ അനങ്ങത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത് നമ്മൾ ബീഡ് കൊരുത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ വൈറ്റ് ബീഡാണ് കൊടുത്തു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ബീഡ് കൊരുത്ത് കൊടുക്കുമ്പോൾ ആ സ്റ്റോപ്പറിൽ തട്ടി അതങ്ങ് നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ നമ്മളൊരു സ്റ്റോപ്പർ കടത്തി വിട്ടിട്ട് നമ്മൾ അതും കൂടി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും കേട്ടോ. അപ്പോൾ ആ വൈറ്റ് മുത്ത് ആ ഒരു ചെയിനിൽ അതുപോലെ തന്നെ അനങ്ങാതെ തന്നെ ആ ഒരു സ്ഥലത്ത് ഇരിക്കും കേട്ടോ. ഇങ്ങനെ ചെയിനിൽ നമുക്ക് ആ ഒരു സൈഡിൽ മാത്രം നമുക്കൊരു 2-3 ബീഡ്സ് വെച്ച് 2 സൈഡിലും ഒരേപോലെ ഒരേ സ്ഥലത്ത് വരത്തക്ക വിധത്തിൽ 2 സൈഡിലും അങ്ങനെ വെച്ച് നമ്മളൊരു അടിപൊളി മാലയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ബീഡ് നമ്മൾ കൊരുത്ത് കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ 2ാമത്തെ ബീഡ് കൊരുക്കാനായിട്ട് പോവുകയാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 2ാമത്തെ ബീഡിന് പകരം നമ്മൾ എല്ലാ മുത്തുകളും ഒന്ന് കൊരുത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പം മുത്ത് കൊരുത്ത് കൊടുക്കുന്നതിനും കണക്കുകളുണ്ട്. അപ്പം നമ്മളിപ്പോൾ കൊരുത്തില്ലേ, ഒരു സ്റ്റോപ്പർ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മുത്തിട്ട് പിന്നെ നമ്മളൊരു സ്റ്റോപ്പർ ഇട്ട് ആ മുത്തിനെ നമ്മൾ ബന്ധിച്ചാണ് അവിടെ വെച്ചിരിക്കുന്നത് ആ ഒരു സ്ഥലത്തായിട്ട്. അപ്പം അതുപോലെ നമ്മൾ ആ ഒരു സൈഡിൽ നമ്മൾ മൊത്തം 3 മുത്താണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പം ഓരോ മുത്തിനും അപ്പുറത്തും ഇപ്പുറം ഓരോ സ്റ്റോപ്പർ ഇട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പം നമ്മൾ കൊരുത്ത് കൊടുക്കുമ്പോൾ ആദ്യം ഒരു സ്റ്റോപ്പർ, പിന്നെ ഒരു വൈറ്റ് മുത്ത്, പിന്നെ ഒരു സ്റ്റോപ്പർ. അതുപോലെ അടുത്തത് വീണ്ടും നമ്മൾ കൊരുത്ത് കൊടുക്കുമ്പോൾ വീണ്ടും ഒരു സ്റ്റോപ്പർ, പിന്നെ ഒരു വൈറ്റ് മുത്ത്, പിന്നെ ഒരു സ്റ്റോപ്പർ. അങ്ങനെ നമ്മൾ 6 മുത്താണ് മൊത്തം നമ്മൾ കൊരുക്കേണ്ടത്. ഓക്കെ, ഒരു സൈഡിൽ 3 മുത്താണ് അതിന് വരേണ്ടത്. അപ്പം നമ്മൾ മുത്തും സ്റ്റോപ്പറുകളും എല്ലാം കൊരുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചിട്ട് നമ്മൾ ആ മുത്തുകൾ ലെവലാക്കി വെച്ചിട്ട് 2 സൈഡിലും ഒരേ ലെവലിൽ വരത്തക്ക കൊത്തി വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പർ വെച്ച് നമ്മളിങ്ങനെ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കറക്റ്റാക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത്തരം ഒരു മാല ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ എല്ലാ പേള് വെച്ചും നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഹോള് കുറഞ്ഞ പേളുകളുണ്ടല്ലോ, നമ്മൾ ഹൈദരാബാദ് പേള്, കോറൽ, സാൻഡ് സ്റ്റോൺ, അപ്പം അതൊക്കെ വെച്ച് ചെയ്യാൻ പാടായിരിക്കും. ഇതുപോലെ ഈ ഒരു ചെയിനിൽ കൊരുക്കാൻ പാടായിരിക്കും. ബാക്കി എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ പേളുകളും നമുക്കിതിനകത്തോട്ട് കൊരുത്ത് ഇടാവുന്നതാണ്. അപ്പം നമ്മുടെ മാല ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനൊരു ചെറിയൊരു ലോക്കറ്റ്, നമുക്കൊരു ഹാങ്ങിങ് ലോക്കറ്റ് കൊണ്ട് തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് ഞാൻ 2 ചെയിൻ, ചെറിയ 2 ചെയിൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ ഫ്യൂസ് സ്റ്റാറിൽ കൊരുത്ത ഒരു മുത്ത് നമ്മൾ ആ ഒരു ചെയിൻ്റെ ആ അറ്റത്തേക്ക് നമ്മളൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മനോഹരമായ ഒരു ഹാങ്ങിങ് ഇതാ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ചെറുതും കൂടെ നമ്മൾ ചെയ്തെടുക്കണം. അപ്പം ഒരു ഹാങ്ങിങ് നീളമുള്ളതും ഒരു ഹാങ്ങിങ് നീളം കുറഞ്ഞതും ആണെങ്കിൽ മാത്രമേ ഭംഗിയുള്ളൂ. കണ്ടിട്ടില്ലേ നമ്മൾ കമ്മലിൻ്റെയൊക്കെ ആ ഒരു ഹാങ്, അപ്പം അതുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പം രണ്ട് ഹാങ്ങും ചെയ്തതിന് ശേഷം നമ്മൾ ആ ഹാങ്ങിങ്ങിൻ്റെ ആ ഒരു ചെയിനിൻ്റെ ഏറ്റവും മുകളിലൂടെ നമ്മളൊരു ഫ്യൂസ് സ്റ്റാർ തന്നെ ഇങ്ങനെ കടത്തി വിട്ടിട്ട്, എന്നിട്ട് ആ ഫ്യൂസ് സ്റ്റാറിൻ്റെ ഏറ്റവും മുകളിൽ ആ ഒരു മുത്തും കൂടെ നമ്മളിങ്ങനെ ഒന്ന് കൊരുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു കാഴ്ചയിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ മാലയുടെ ഏറ്റവും മധ്യഭാഗം നമ്മളിതാ ഇങ്ങനെ എടുത്തിട്ട് ആ ഫ്യൂസ് സ്റ്റാർ വെച്ച് നമ്മളതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇച്ചിരി കൂടെ വലിയ ചെയിനാണെങ്കിൽ നമുക്ക് ഫ്യൂസ് സ്റ്റാർ ആ ചെയിനിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് ഇട്ടൊന്ന് കെട്ടിക്കൊടുക്കാമേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും അറ്റത്തായിട്ട് നമുക്ക് കൊളുത്തിട്ട് കൊടുക്കാം. അപ്പോൾ കൊളുത്ത് നമ്മൾ ഫ്യൂസ് സ്റ്റാർ വെച്ചാണ് നമ്മൾ ചെയിനിൻ്റെ അറ്റത്ത് കെട്ടിക്കൊടുക്കുന്നത്. അപ്പം നല്ല ബലമാണ് കേട്ടോ. നമ്മൾ നല്ലതുപോലെ ഒന്ന് നല്ല കറക്കി നല്ല ഒന്ന് ചുറ്റിയെടുത്താൽ മതി കേട്ടോ. നല്ല ബലമായിട്ട് തന്നെ ഇരിക്കും. അപ്പം മാലയുടെ അവസാനം നമ്മൾ ഒരു എസ് കൊളുത്തും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മാല ഇവിടെ പൂർത്തിയായിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ മാല എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ടോ? അപ്പം നിങ്ങൾക്കൊക്കെ ഈ മാല ഇഷ്ടപ്പെട്ടോ? അപ്പം നല്ല കളറുള്ള നല്ല പേളൊക്കെ വെച്ച് നമുക്കിത് അടിപൊളിയായിട്ട് മാറ്റി ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത്. നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ ഒരു ഹെവിയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്ത്, അപ്പം നമുക്ക് ഈ ഒരു ചെയിനെന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം ഒരു പ്ലേറ്റിംഗ് ഒക്കെ ഉള്ള ചെയിനാണ്. അപ്പം പെട്ടെന്നൊന്നും വെളുത്തും പോത്തില്ല. അപ്പം നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മുടെ ഈ വീഡിയോ ഇവിടം വരെയുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.